ചരിത്രമെഴുതിയ മലകയറ്റം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമായതിൽ ബിജെപിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും സംസ്ഥാന വ്യാപക പ്രതിഷേധം. നാളെ സംസ്ഥാന വ്യാപക ഹർത്താലിന് കർമ്മസമിതി ആഹ്വാനം ചെയ്തു. തിരുവല്ലയിലും വടക്കഞ്ചേരിയിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. കൊട്ടാരക്കരയിലും കൊടുങ്ങല്ലൂരും കടകൾ അടപ്പിച്ചു. നെയ്യാറ്റിൻകരയിൽ ബിജെപി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കച്ചേരിപ്പടിയിൽ ശബരിമല കർമ്മസമിതി റോഡ് ഉപരോധിക്കുകയാണ്. തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെയും സംയുക്ത ട്രേഡ് യൂണിയന്റെയും ബോർഡുകൾ ബിജെപി പ്രവർത്തകർ നശിപ്പിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. നാളെ കടകൾ തുറക്കുമെന്ന നിലപാടിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ, VR കാർത്തിക്, S വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബിജെപി ഉയർത്തുന്നു, മറ്റ് സംഘടനകൾ ഉയർത്തുന്നു. നാളെ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അല്പസമയം മുമ്പാണ് കർമ്മസമിതിയുടെ വർക്കിംഗ് ചെയർപേഴ്സണായ ശശികല ടീച്ചർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഹർത്താൽ നടത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വ്യാപാരികൾ കടകൾ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് എടുത്ത തീരുമാനമടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഭക്തരുടെ വികാരമാണ് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തള്ളി പറയാൻ തങ്ങൾ തയ്യാറല്ല. അക്രമ സംഭവങ്ങൾ നേരിട്ടാൽ കേസെടുക്കുകയാണ് പോലീസ് ചെയ്യേണ്ടതെന്നും അവർ വ്യക്തമാക്കുന്നു. എന്തായാലും നിലവിൽ ഈ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ തീവ്രമായ ഹർത്താലായിരിക്കും നാളെ എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലാവുന്നു. ശബരിമല വാഹനങ്ങളെ, തീർത്ഥാടക വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയതായി കർമ്മസമിതി വ്യക്തമാക്കുന്നു. എങ്കിലും മറ്റ് ജനജീവിതം അപ്പാടെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഹർത്താലായിരിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. 4 മണിക്ക് കോട്ടയത്ത് ശബരിമല കർമ്മസമിതിയുടെ പ്രത്യേക അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം കൂടുതൽ കാര്യങ്ങളും ഏത് തരത്തിലുള്ള സമരമുറയുമായി മുന്നോട്ട് പോകണം, നാളത്തെ ഹർത്താലിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടത്തുക എന്നതിനെ കുറിച്ച് വ്യക്തമാവും. എന്തായാലും നിലവിൽ കേരളത്തിൽ നടന്ന ഒരു അക്രമ സംഭവങ്ങളെയും മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റതടക്കം ഒരു സംഭവങ്ങളെയും തങ്ങൾ തള്ളി പറയുന്നില്ല. അത് ഭക്തരുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് എന്നാണ് ശശികല വ്യക്തമാക്കുന്നത്. തുടരുക അനീഷ്, നാളെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും സംസ്ഥാന വ്യാപകമായി പലയിടത്തും കടകൾ അടപ്പിക്കുകയും റോഡ് ഉപരോധിക്കുകയും കല്ലേറ് നടക്കുകയും ചെയ്യുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, തിരുവനന്തപുരത്ത് പലയിടത്തും റോഡ് ഉപരോധം, കല്ലേറ് തുടങ്ങിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനോ ഒന്നും ശ്രമം നടത്തിയിട്ടില്ല. അവർക്കില്ലാത്ത ഈ നവോത്ഥാനം പിണറായി വിജയൻ എങ്ങനെ വന്നു? പിണറായി വിജയൻ നാട് നീളെ നടന്ന് കാർത്തിക് വിവരങ്ങളുമായി ചേരും. നാളെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർത്താൻ ബിജെപിയും മറ്റ് സംഘടനകളും തയ്യാറെടുക്കുന്നു. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നു. റോഡ് തടയൽ, ഗതാഗതം സ്തംഭിപ്പിക്കൽ, കടകൾ അടപ്പിക്കൽ തുടങ്ങിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപിയുടെ സമരപന്തലിന്റെ മുൻവശം ഒരുവശം ഇപ്പോഴും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ബിജെപിയുടെ സമരപന്തലിന്റെ മുന്നിൽ വിവിധ നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. നേരത്തെ 1 മണിക്കൂർ മുമ്പാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായിരുന്നത്. ബിജെപി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. നോർത്ത് ഗേറ്റിന് സമീപത്തേക്കായിരുന്നു മാർച്ച്. ഈ മാർച്ചിനിടെ 5 മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിന് താഴെയാണ് ഈ മഹിളാ മോർച്ച പ്രവർത്തകർ എത്തിയത്. ഇവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവരെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റി 6 പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധം ഉണ്ടായത്. മുഖ്യമന്ത്രി ഉച്ചയൂണിനായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോവുകയായിരുന്നു. ഈ സമയത്ത് ബിജെപി പ്രവർത്തകർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. ഏതായാലും പ്രതിഷേധം ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു. തുടർന്ന് ബിജെപി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITUവിന്റെ അടക്കം ഉള്ള ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. ഇത് CPM പ്രവർത്തകർ
പ്രവർത്തകരെയും ചൊടിപ്പിച്ചു. CPM ജില്ലാ നേതാക്കളെല്ലാം സ്ഥലത്തെത്തി. BJP പ്രവർത്തകരും CPM നേതാക്കളുമായി നേരിയ തോതിൽ വാക്കേറ്റമുണ്ടായി. എന്നാൽ പോലീസ് ഇടപെട്ട് ഈ സാഹചര്യങ്ങൾ അനിഷ്ട സംഭവങ്ങളെല്ലാം ഒഴിവാക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ CPM നേതാക്കളെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനടക്കം പരാതി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് CPM നേതാക്കൾ. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ BJPയുടെ അനിശ്ചിതകാല നിരാഹാര സമരപന്തലിന് മുന്നിൽ വിവിധ നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഈ വഴിയുള്ള ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും വലിയ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ഉൾപ്പെടെ വലിയ രീതിയിൽ തിരുവനന്തപുരം പ്രതിഷേധത്തിന് വേദിയാകുന്നു. കൊച്ചിയിൽ നിന്ന് SS ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഏറ്റവും ആദ്യം കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും മറ്റും നടന്നത് കൊച്ചിയിലാണ്. ഇപ്പോഴും പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നാണ് വിവരം. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? രേണുക, കൊച്ചിയിലെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ 50-ലധികം വരുന്ന ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകരാണ് റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരുന്നത്. അതിനുശേഷമാണ് പ്രവർത്തകർ തിരികെ എത്തി മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല കർമ്മസമിതി നാളെ 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ മുന്നിലുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ 12 മണിക്കൂർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ശബരിമല കർമ്മസമിതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി രാജിവെക്കും വരെ പ്രക്ഷോഭ പരിപാടികൾ തുടർന്നു കൊണ്ടുപോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനവർ പ്രധാനമായി പറയുന്നത് ആചാര ലംഘനം. ശബരിമലയിൽ നേരത്തെ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആചാര ലംഘനം നടന്നിരിക്കുന്നു. ഈ ആചാര ലംഘനത്തിന് മുഖ്യ ഉത്തരവാദി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള സമര പരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതും. മുഖ്യമന്ത്രി രാജിവെക്കുന്നത് വരെ മറ്റ് സംഘടനകളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വനിതാ മതിലില് പങ്കാളികളായ സംഘടനകളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അവകാശവാദം കൂടിയാണ് ശബരിമല കർമ്മസമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സമര പരിപാടികൾ ശക്തമാക്കാൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശബരിമല കർമ്മസമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് കോട്ടയത്ത് വെച്ചാണ് ശബരിമല കർമ്മസമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുക. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ശബരിമല കർമ്മസമിതിയുടെ പ്രധാന നേതാക്കൾ എത്തും. അതിനുശേഷമായിരിക്കും തുടർ സമര പരിപാടികൾ തീരുമാനിക്കുക. SS ശരണാണ് കൊച്ചിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നേരത്തെ കച്ചേരിപ്പടിയിൽ ശബരിമല കർമ്മസമിതി റോഡ് ഉപരോധിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്തായാലും അവിടെ പ്രത്യക്ഷ സമരങ്ങൾക്ക് ഇപ്പോൾ ചെറിയ തോതിൽ അയവ് വന്നിട്ടുണ്ട് എന്നതാണ് SS ശരൺ നൽകുന്ന വിവരം. ദിനേശ് കുമാർ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. ദിനേശ്, നാളെ ശബരിമല കർമ്മസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 7ഓളം ഹർത്താൽ ഇതിനകം തന്നെ ഉണ്ടായി. BJPയുടെ 5 ഹർത്താൽ, അതിൽ വലിയ വികാരം ഉണ്ടായിരുന്നു, ഹർത്താലിനെതിരായ വികാരം ഉണ്ടായിരുന്നു. ഇനി ഹർത്താലിന് കടകൾ തുറക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എത്തുകയും ചെയ്തിരുന്നു. ഒരു ഹർത്താൽ കൂടി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എന്താണ് അവരുടെ പ്രതികരണം? രേണുക, അവർ ഉറപ്പിച്ചെന്ന് പറയുന്നു, ഈ ഹർത്താലിൽ ഒരു രീതിയിലും ഞങ്ങൾക്ക് പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ സഹകരിക്കാനോ കഴിയില്ല. പതിവ് പോലെ നാളെ കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കും. ഒപ്പം തന്നെ ഈ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിലുള്ള സ്വകാര്യ ബസ് സർവീസ് സംഘടനകൾ, അതുപോലെ ജ്വല്ലറി ഉടമകൾ, അതേപോലെ ബേക്കറി ഉടമകൾ, ഇവർ ഇത്തരത്തിലുള്ളവരുടെ എല്ലാം സംഘടനയുണ്ട്. ഈ സംഘടനകളോടെല്ലാം തന്നെ ആലോചിച്ച് എല്ലാം പഴയ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട്, സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ പോലും തങ്ങളുടെ നിലയ്ക്ക് കടകൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. കടകൾ ഒരു രീതിയിലും അടച്ചിടില്ല. അതുപോലെ തന്നെ ഇവരുടെ ചെറുതും വലുതുമായ 96ഓളം സംഘടനകൾ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിലുണ്ട്. ഈ സംഘടനകളുമായി എല്ലാം തന്നെ മിക്കവാറും സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ പൂർണ്ണ പിന്തുണയാണ് ഈ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നാളെ സർവീസ് നടത്തുന്ന കാര്യവും മറ്റുമെല്ലാം 2:30 ഒരു അടിയന്തര യോഗം കോഴിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലായിരിക്കും കൃത്യമായി എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഹർത്താലിനെ നേരിടണം എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കടകമ്പോളങ്ങളും പൂർണ്ണമായി തന്നെ തുറന്ന് പ്രവർത്തിക്കുകയും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്താൻ തന്നെയാണ് ഇതുവരെയുള്ള തീരുമാനം. നാളെയാണ് ഹർത്താൽ. നാളത്തെ കാര്യം എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചാണ് കൂടുതൽ കൂടിയാലോചനകൾ വേണ്ടത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടത്തും
ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി കടകൾ നിർബന്ധിച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യം കൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിലയിരുത്തുന്നുണ്ടോ? ഈ സാഹചര്യങ്ങൾ കൂടി രേണുക, തീർച്ചയായും എനിക്കായിരുന്നു അവരോട് ചോദിച്ചിരുന്നു. കാരണം അപ്പൊ അവർ പറയും ചെയ്തത് അക്രമമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കടകൾക്ക് നേരെ നടക്കുന്ന അക്രമം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. നിർബന്ധിച്ച് കടകൾ അടയ്ക്കുന്നത് ജനവിരുദ്ധമായ ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ വീട്ടിലിരുത്താൻ ഒരു നടപടിയാണ്. ഒപ്പം വ്യാപാരികളെ ആക്രമിക്കുന്ന പല രീതിയിൽ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഇനി ഇത്തരത്തിലുള്ള അക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും നാളെ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക. അതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂടാതെ വ്യാപാരി വ്യവസായി സമിതിയും ഈ രണ്ട് സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. ബേക്കറി ഉടമകളുടെ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ജ്വല്ലറി ഉടമകളുടെ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ ഇതിൽ പിന്തുണയുണ്ട്. തങ്ങളെല്ലാം തന്നെ തങ്ങളുടെ കടകൾ എന്ത് നഷ്ടം വന്നാലും തുറക്കും. ഇനി ഇത്തരത്തിലുള്ള ജനവിരുദ്ധ ഹർത്താൽ അംഗീകരിക്കാൻ കഴിയില്ല. 2019 ജനവിരുദ്ധ ഹർത്താൽ വർഷം അല്ലെങ്കിൽ ഹർത്താൽ വിരുദ്ധ വർഷം എന്നുള്ള രീതിയിൽ ആചരിക്കാൻ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇത്തരത്തിൽ ഈ 96 സംഘടനകൾ ചേർന്നിട്ട് നാളെ തൃശ്ശൂർ നടക്കുന്ന ഈ 96 സംഘടനകളുടെ ഒരു കൂട്ടായ്മ നാളെ തൃശ്ശൂർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2:30 അടിയന്തര യോഗം നടക്കുകയും നാളത്തെ ഹർത്താലിനെ എങ്ങനെ നേരിടാം എന്നതിൽ തീരുമാനമാവും. അതുപോലെ തന്നെ നാളെ നടക്കുന്ന തൃശ്ശൂരിൽ നടക്കുന്ന യോഗത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എസ് വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹർത്താലിനോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ കൂടിയാലോചനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും എസ് വിനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. വിവരങ്ങളുമായി പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, എന്താണ് കോഴിക്കോട്ട് നടക്കുന്നത്? അരമണിക്കൂർ മുൻപാണ് ഒരുപറ്റം യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ പോലീസ് പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം പാതയിൽ കത്തിച്ചു. പിന്നീട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ ടയറിന് തീയിട്ടു. പിന്നീടാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കിയത്. എന്നാൽ ഒരുപറ്റം പ്രവർത്തകർ ഇതിനെ മാറിയിരുന്നു. ഈ പ്രവർത്തകർ ഇപ്പോൾ പ്രകടനവുമായി കസബ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അരമണിക്കൂർ നേരം റോഡ് ഗതാഗതം മുഴുവനായും മാനാഞ്ചിറ പരിസരത്ത് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു. രേണുക, പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അരങ്ങേറുന്നു. ബിജെപിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. റോഡ് ഉപരോധിക്കൽ, കടകൾ നിർബന്ധിച്ചടപ്പിക്കൽ തുടങ്ങിയ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത്. വ്യാപക കല്ലേറുണ്ടായതായും റിപ്പോർട്ടുണ്ട്. നാളെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹർത്താലിനോട് സഹകരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് വ്യാപാരികൾ. വാർത്തകൾ തുടരുന്നു. ഇന്ന് പുലർച്ചെയാണ് ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയത്. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ ബിന്ദുവും കനകദുർഗയുമാണ് പുലർച്ചെ 3:45 ദർശനം നടത്തിയത്. ആചാരലംഘനമുണ്ടായെന്ന വിലയിരുത്തലിനെ തുടർന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടയടച്ച് ശുദ്ധിക്രിയ നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്ത്രീകൾ ദർശനം നടത്തിയ വിവരം സ്ഥിരീകരിച്ചത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായി സ്ത്രീകൾ സന്നിധാനത്തെത്തുകയായിരുന്നു. ഇന്ന് ദർശനം നടത്തി പമ്പയിലെത്തിയ ശേഷം ബിന്ദുവും കനകദുർഗയും തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇരുമുടി കെട്ടുമായാണ് ഇരുവരും സന്നിധാനത്തെത്തിയത്. ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ ബിന്ദുവും കനകദുർഗയും പുറത്തുവിട്ടിട്ടും ഒന്നും അറിഞ്ഞില്ലെന്നായിരുന്നു സന്നിധാനത്തെയും പമ്പയിലെയും പോലീസിന്റെ ആദ്യ പ്രതികരണം. അറിഞ്ഞിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും തന്ത്രിയും. സ്ത്രീകൾ കയറിയാൽ വേണ്ടത് തന്ത്രി ചെയ്യുമെന്ന് പന്തളം രാജകുടുംബം. ഒടുവിൽ സ്ത്രീകൾ മല ചവിട്ടിയത് ഔദ്യോഗികമായി മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു. ശബരിമലയിൽ നേരത്തെ മുതലേ ഈ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ. ഇവിടെ തടസ്സങ്ങളുണ്ടായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് കയറിയെങ്കിൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാവില്ല. കയറി എന്നത് വസ്തുതയാണ്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത്. അത് ഉണ്ടായിട്ടുമുണ്ട്. ദർശനം നടത്തിയ വാർത്ത സ്ഥിരീകരിച്ചതോടെ തന്ത്രിയും മേൽശാന്തിയും കൂടിയാലോചന നടത്തി. 10:45 നടയടയ്ക്കാൻ തീരുമാനിച്ചു. പതിനൊന്നേകാലോടെ ശുദ്ധികലശത്തിനായി നട വീണ്ടും തുറന്നു. നടയടച്ച വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് അറിയിച്ച ശേഷമായിരുന്നു ശുദ്ധിക്രിയകൾ.
അസാധാരണമായ സംഭവവികാസങ്ങൾക്കും അത്യപൂർവമായ പൂജകൾക്കുമാണ് ശബരിമല ഇന്ന് വേദിയായത്. ഇതുവരെ നടത്തേണ്ടി വന്നിട്ടില്ലാത്ത പരിഹാര കർമ്മങ്ങളും ശബരിമലയിൽ ഇന്ന് നടന്നു. എങ്കിലും പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നത് പോലീസിനും ദേവസ്വം ബോർഡിനും ആശ്വാസമായി. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ എസ് എ നിതിനൊപ്പം VS അനു, ന്യൂസ് 18. വനിതാ മതിലിന്റെ വലിയ വിജയമാണ് ശബരിമല യുവതീ പ്രവേശനം സാധ്യമാക്കാൻ സർക്കാരിന് ആത്മവിശ്വാസം നൽകിയത്. സംസ്ഥാനത്താകെ പ്രതിഷേധമുയർത്തി ശബരിമല വിഷയം വീണ്ടും സജീവമാക്കാൻ ഈ അവസരം വിനിയോഗിക്കാനാണ് BJPയുടെ ശ്രമം. സർക്കാരും BJPയും ഏറ്റുമുട്ടുമ്പോൾ രാഷ്ട്രീയ നിലനിൽപ്പിനായി ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ്. ശബരിമല വിഷയത്തിൽ പൊതുവികാരം സർക്കാരിന്റെ നിലപാടിന് അനുകൂലമാണ് എന്നതാണ് വനിതാ മതിലിന്റെ വിജയമെന്നാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്. റഫറണ്ടം അനുകൂലമായതോടെയാണ് അതേ രാത്രി തന്നെ യുവതീ പ്രവേശനം സാധ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നവോത്ഥാനം പറയുമ്പോഴും യുവതീ പ്രവേശനം സാധ്യമാക്കാതെ സർക്കാർ നാടകം കളിക്കുന്നുവെന്ന ആരോപണം തള്ളി ആത്മാർത്ഥത തെളിയിക്കേണ്ടതും അനിവാര്യമായിരുന്നു. പ്രതിഷേധക്കാരുടെയും ശബരിമല തന്ത്രി കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുള്ള എതിർപ്പുകൾ മുന്നിൽ കണ്ടു തന്നെയായിരുന്നു സർക്കാർ നീക്കം. വിധി നടപ്പായി, അല്ലെങ്കിൽ ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ആർക്കറിയാം. ഇതിനു മുമ്പ് തന്നെ എത്ര പേര് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്. അല്ല, സാധാരണ പോകുന്നവർക്ക് പോലീസ് സംരക്ഷണം ഉണ്ടാവും. ശബരിമല വിഷയത്തിൽ ആവർത്തിച്ച് ഹർത്താൽ നടത്തിയ BJPയെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കം. പ്രതിരോധം ശബരിമലയിൽ തന്നെ തീർത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു ഇതുവരെ BJP ശ്രമിച്ചിരുന്നത്. BJPയുടെ ആ തന്ത്രമാണ് പാളിയത്. തുടർന്നാണ് സംസ്ഥാനത്താകെ പ്രതിഷേധമുയർത്താൻ ഉച്ചയോടെ BJP തീരുമാനിച്ചത്. കൊടിപിടിക്കാതെ പ്രതിഷേധിച്ചിരുന്ന കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. BJPയും CPMും ഏറ്റുമുട്ടുമ്പോൾ കാഴ്ചക്കാരാവുകയാണ് കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് പുതിയ പോർമുഖം തുറക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. വിശ്വാസി സമൂഹം കരുതിയിരിക്കുക എന്നതാണ് ഇന്ന് നടന്ന യുവതീ പ്രവേശ നാടകത്തിന്റെ ഏറ്റവും വലിയ പാഠം. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയാണ്. വനിതാ മതിലിന്റെ വിജയത്തിന് പിന്നാലെ നടത്തിയ നാടകീയ നീക്കം പാളിയിരുന്നെങ്കിൽ അത് പാർട്ടിക്കും സർക്കാരിനും മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ തിരിച്ചടിയായി വിമർശിക്കപ്പെടുമായിരുന്നു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അന്തരിച്ച CPM നേതാവും മുൻ MLAയുമായ സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എറണാകുളത്തെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കൊല്ലപ്പെട്ട മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ മാതാപിതാക്കളും സൈമൺ ബ്രിട്ടോയെ അവസാനമായി കാണാൻ എത്തി. രാവിലെ മുതൽ എറണാകുളം വടുതലയിലെ വസതിയിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ശേഷം ടൗൺ ഹാളിലേക്ക് മാറ്റി. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, നടൻ മമ്മൂട്ടി തുടങ്ങിയവർ ബ്രിട്ടോയുടെ വടുതലയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അഭിമന്യുവിന്റെ മാതാപിതാക്കളും പ്രിയ സഖാവിന് വിട നൽകാനായി എത്തി. മകനെ മഹാരാജാസ് സ്കൂളിലെ ഏൽപ്പിച്ചു വെച്ചു. അച്ഛൻ പോലെ ബ്രിട്ടോ സാറ് എനിക്ക് ഈ ചെറിയ 2 കൊല്ലത്തിന് എൻ്റെ മോനെ വെച്ചിരുന്നു. എൻ്റെ മോനും കൈതവരി പോയി. ഇപ്പോൾ സാറും പോയത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ധർമ്മസങ്കടമാണ്. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും. ബ്രിട്ടോയുടെ ആഗ്രഹപ്രകാരമാണിത്. ന്യൂസ് 18 കൊച്ചി. റഫാൽ ഇടപാടിൽ ലോക്സഭയിൽ ചർച്ച നടക്കാനിരിക്കെ BJPക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ്. റഫാൽ രേഖകൾ മുഴുവൻ മുൻ പ്രതിരോധ മന്ത്രിയും ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർ പരീക്കറിന്റെ ബെഡ്റൂമിലുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഗോവ മന്ത്രി വിശ്വജിത് പ്രതാപ് സിംഗ് റാണെ ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തുവിട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. റഫാലിൽ ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസാരിക്കും. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ ഉച്ചയ്ക്ക് അവതരിപ്പിക്കാനിരിക്കെ അണ്ണാ-DMK പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 തവണ നിർത്തിവെച്ചു. റഫാൽ ഇടപാടിൽ രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 26 വിമാനങ്ങൾക്കുള്ള കരാർ 36 കുറച്ചതെന്തിനെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് രാഹുൽ ചോദിച്ചു.